ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ലോകത്തിലെ പല കോടീശ്വരന്മാർക്കും ഡെയിലി ഓരോ ഔട്ട്ഫിറ്റ് വാങ്ങാൻ പറ്റുമെങ്കിലും അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരേപോലുള്ള ഔട്ട്ഫിറ്റ് യൂസ് ചെയ്യാനാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഫാഷനോട് നിങ്ങൾക്കുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ചിലപ്പോൾ മാറിയിരിക്കാം. ഗൈസ്, നമ്മളിൽ പലരും കരുതുന്നത് കൂടുതൽ ഡ്രസ് ഉണ്ടെങ്കിൽ കൂടുതൽ സ്റ്റൈലിഷ് ആകുമെന്നാണ്. എന്നാൽ പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് നേരെ ഓപ്പോസിറ്റ്. ഉദാഹരണത്തിന് മാർക്ക് സക്കർബർഗ്, എലോൺ മസ്ക്, ഇവരെ പോലുള്ളവർക്ക് എപ്പോഴും ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടാകും. പലപ്പോഴും അവർ ഒരു കളർ, ഒരു ടൈപ്പ് ഷർട്ട്, ഒരു ടൈപ്പ് ഷൂസ്, ഇത് തന്നെയാണ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാരണം അവർക്ക് ഫാഷൻ എന്തെന്ന് അറിയാത്തത് കൊണ്ടല്ല, അവർക്ക് മറ്റൊരു കാര്യം അറിയാന്നുള്ളതാണ്: ഡിസിഷൻ ഫറ്റി. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്ന ഒന്നാണ്, ഇന്ന് ഏത് ഡ്രസ്സ് ഇടണം, ബ്ലാക്ക് ഇടണോ, വൈറ്റ് ഇടണോ, ജീൻസ് ഇടണോ, ട്രൗസർ ഇടണോ. ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ മെന്റലി നമ്മൾ എനർജി ലോസ് ചെയ്യുകയാണ്. റിച്ച് മെൻ അവർ ഈ ഒരു ചെറിയ കാര്യങ്ങളിൽ തന്നെ അവർ ഈ എനർജി മറ്റുള്ള കാര്യങ്ങളിലാണ് അവർ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ കരിയറിന്, ബിസിനസിന്, ഗോൾസിന് വേണ്ടിയാണ് കൂടുതൽ അവർ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് അവർ ബോറിംഗ് ആണോ? ഒരിക്കലും അല്ല. ആക്ച്വലി അവർക്ക് സ്റ്റൈൽ അറിയാത്തത് കൊണ്ടല്ല, അവർക്കൊരു ക്ലാരിറ്റി ഉള്ളത് കൊണ്ടാണ്. പലരും ട്രെൻഡിന്റെ പുറകെ പോകും. ഇന്ന് ബാഗി ജീൻസ് ആണെങ്കിൽ നാളെ സ്ലിം ഫിറ്റ്, മറ്റന്നാൾ വേറൊരു സ്റ്റൈല്. പക്ഷേ റിച്ച് മെൻ അവർ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സ്റ്റൈലിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് സ്യൂട്ട് ആയിട്ടുള്ള കളർ, സ്യൂട്ട് ആയിട്ടുള്ള ഫിറ്റ്, അവർക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു ലുക്ക്, ഇതായിരിക്കും അവർ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പോഴും ഡെയിലി ഡിഫറെന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ല. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യും. നിങ്ങളുടെ ബോഡിക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഏതാണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ലക്ഷറി എന്ന് പറയുന്നത് ലൗഡ് അല്ല. ശരിക്കും റിയൽ വെൽത്ത് എന്ന് പറയുന്നത് സൈലന്റ് ആണ്. നമ്മളിൽ പലരും വലിയ ലോഗോസ് കണ്ട് ഇംപ്രസ് ആകും. എന്നാൽ ട്രൂലി വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ക്ലീൻ, സിമ്പിൾ, വെൽ ഫിറ്റഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതിന് കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് മറ്റാരെയും ഇംപ്രസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി ഇത് കണ്ട് നിങ്ങൾ ചോദിച്ചേക്കാം, ഞങ്ങളും ഇതേപോലെ ഒരേപോലെ ഡ്രസ്സ് ഇടണമെന്ന്. ഒരിക്കലും അല്ല. പക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ലെസൺ എടുക്കാം. വാർഡ്രോബിൽ കൂടുതൽ ഡ്രസ്സ് നിറയ്ക്കുന്നതിന് പകരം നിങ്ങൾക്ക് സ്യൂട്ടായ ഡ്രസ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. 2-3 ഗ്രേറ്റ് ഷർട്ടും നല്ല ഗുഡ് ക്വാളിറ്റി ജീൻസ് അല്ലെങ്കിൽ ട്രൗസർ, ഒരു ക്ലീൻ ഷൂസ്, ഇതുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഇനി നിങ്ങൾ ഒരു ബില്യണർ ഡ്രസ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കരുത് അയാൾക്ക് ഫാഷൻ അറിയാത്തത് കൊണ്ടെന്ന്. അത് അവരുടെ മൈൻഡ് സെറ്റ് ആണ്. ലെസ് ചോയ്സ്, more focus, less showing off, more confidence. See you guys in the next video. This is Mithun, signing out.